ഏതീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. ഞാനിവിടെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാനതിൻ്റെ ഒപ്പം ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. 2 കപ്പ് ഗോതമ്പ് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിനാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഗീയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം ഓയിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് റബ്ബ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 4 നേന്ത്രപ്പഴമാണ്. ചെറിയ നേന്ത്രപ്പഴം ആയതുകൊണ്ടാണ് 4 എടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 150 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങ ചിരകിയതാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി പഴം ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പഴം എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പഴം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ശർക്കരയിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചില ശർക്കരയിൽ കരടും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇവിടെ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആ പഴം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് വരട്ടിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വരട്ടിയെടുക്കുന്നത്. ഇപ്പോൾ അത് കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഗീ ചേർക്കുകയാണ്. കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് വരട്ടിയെടുക്കണം. ഇത് ഈ പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു ഉരുണ്ട് വരുന്ന ഒരു പരുവത്തിന് വരെ വേണം ഇത് വരട്ടിയെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ പഴം നല്ല കറക്റ്റായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇപ്പം നമ്മൾ ഈ മാവെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്.
നമ്മൾ വരട്ടി വെച്ചിരുന്ന പഴവും ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അത് നമുക്ക് കയ്യിലൊരല്പം ഗീയോ ഓയിലോ പുരട്ടിയിട്ട് അത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. പഴം വരട്ടിയത് നമ്മളിപ്പോൾ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ അല്പം ഓയിൽ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഈ ഉരുളകൾ വെച്ചിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിൽ നിന്നും ഓരോ ഉരുളകൾ എടുത്തിട്ട് അല്പം ഒന്ന് പരത്തിയിട്ട് ഇതിലേക്ക് പഴം വരട്ടിയത് കൊണ്ടുണ്ടാക്കിയ ഉരുളയിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം. ഇത് വെച്ചിട്ട് തന്നെ കവർ ചെയ്തിട്ട് നമുക്കിത് ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കാനായിട്ട് ചപ്പാത്തിക്കോലൊന്നും വേണ്ട, കൈകൊണ്ട് തന്നെ പയ്യെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റിൽ അല്ലെങ്കിൽ വാഴയിലയിൽ, ഇനി അതല്ലെങ്കിൽ ഒരു പ്ലേറ്റിൻ്റെ പുറത്ത് അല്പം ഓയിൽ പുരട്ടിയിട്ട് അതിൽ വെച്ചിട്ടായാലും നമുക്കിതുകൊണ്ട് ഇതുപോലെ കൈകൊണ്ട് പരത്തിയെടുക്കാം. കുറച്ചുകൂടി കനം കുറച്ച് വേണമെങ്കിൽ പരത്താം. ഞാൻ ഈ ഒരു കനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പരത്തിയെടുക്കാം. ഇനി നമുക്കിത് പാനിൽ വെച്ചിട്ട് ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് രണ്ട് വശവും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിലൊക്കെ വന്നിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചുട്ടെടുക്കാം. നേന്ത്രപ്പഴമൊക്കെ ഒരുപാട് പഴുത്തു പോയാൽ അത് കളയാതെ ഇതുപോലെയുള്ള സ്നാക്കുകളൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതിപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ തന്നെ പഴമൊക്കെ വരട്ടിയെടുത്തിട്ട് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല സോഫ്റ്റുമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.